കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSCയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കാലയളവുകളിലായി സംഘടനാ ഭാരവാഹികളായിരുന്നവരുടെ സംഗമം നടത്തി. പല പാർട്ടികളിലായി ചേക്കേറിയെങ്കിലും മാതൃസംഘടനയുടെ ജൂബിലിക്കായി മുന്നണി ഭേദം മറന്നാണ് നേതാക്കൾ എത്തിയത്. തൊണ്ടപൊട്ടുന്ന മുദ്രാവാക്യങ്ങളില്ല, പരസ്പരം പുകഴ്ത്താൻ മത്സരിക്കുന്ന നേതാക്കളില്ല. കേരള കോൺഗ്രസ് പരിപാടികളുടെ പതിവ് ചിട്ടവട്ടങ്ങൾ വെടിഞ്ഞാണ് നേതാക്കൾ ചങ്ങനാശ്ശേരിയിൽ ഒരുമിച്ചത്. നളന്ദ ട്യൂട്ടോറിയൽ കോളേജിലെ ബെഞ്ചിൽ 50 ആണ്ട് മുമ്പത്തെ ഓർമ്മകളിലായിരുന്നു ആദ്യ പ്രസിഡന്റ് ഉസ്മാൻ കങ്ങഴ, ജോണി നെല്ലൂർ, സ്കറിയ തോമസ്, PC ജോസഫ് തുടങ്ങി വിവിധ കാലയളവുകളിലായി സംഘടനയുടെ ഭരണചക്രം തിരിച്ചവരും അന്തരിച്ച നേതാക്കളുടെ പ്രതിനിധികളായി ഫ്രാൻസിസ് ജോർജ്, മന്ത്രി അനൂപ് ജേക്കബ് എന്നിവരും സംഗമത്തിനെത്തി. KSCയിലൂടെ എത്തി MP ആയ തോമസ് കുതിരോട്ടും ഇപ്പോൾ പൊതുരംഗത്തില്ല. സംഘടനയിലൂടെ രാഷ്ട്രീയത്തിൽ പിച്ചുവെച്ച PM മാത്യു കോൺഗ്രസുകാരനായപ്പോൾ ജോർജ് തോമസ് എത്തിയത് ജനതാദളിലാണ്. ആദ്യകാല വനിതാ നേതാക്കളായ റേച്ചൽ മാത്യുവും LC മാത്യുവും മേരി കുരുവിളയും പഴയ സഹപ്രവർത്തകരെ കാണാനെത്തി. പല കഷണങ്ങളായി പല പാർട്ടികളിലെത്തിയെങ്കിലും സംഘടനയുടെ ഇന്നത്തെ സ്ഥിതിയിലുള്ള രോഷം പഴയ നേതാക്കൾ മറച്ചുവെച്ചില്ല. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സെനറ്റ് മെമ്പർമാർ MSF എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞപ്പോൾ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന് ഒരു സെനറ്റ് മെമ്പറെ പോലും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഘടനയുടെ ഒരു പ്രസക്തിയെക്കുറിച്ച് കഴിഞ്ഞുപോയ കാലത്തെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വേദനയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത ധ്രുവങ്ങളിലാണെങ്കിലും ഓർമ്മകൾ അയവിറക്കാൻ ഇനിയും കൂടാമെന്ന് പരസ്പരം വാക്കു നൽകിയാണ് പഴയ കുട്ടി കേരള കോൺഗ്രസ്സുകാർ മടങ്ങിയത്. റിപ്പോർട്ടർ, കോട്ടയം.